ഇയാൾ എന്തിനാ പിന്നെയും വന്നിരിക്കുന്നേ? ആവോ, എനിക്കറിഞ്ഞൂടാ. ശരി, നിനക്ക് ഈ പാർട്ടിയാണോ ഇഷ്ടം അതോ തൊടുപുഴയിൽ നിന്ന് പാർട്ടിയാണോ ഇഷ്ടം? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല എന്ന് ദേ പെണ്ണിന്റെ മുഖം കണ്ടാൽ അറിയാം. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു അനിയുള്ളതൊഴിച്ചാ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇതെനിങ്ങ് നടന്നാ മതിയായിരുന്നു. അതിനെ അവർക്കൂടി ഇഷ്ടമുണ്ടേ. പയ്യന് ബീനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. പക്ഷേ കൂടുതലൊക്കെ ചോദിക്കുകയാണെങ്കിൽ... അയ്യോ, സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് യാതൊരു ഡിമാൻഡും ഇല്ല എടുത്തി. ഞങ്ങൾക്ക് സ്ത്രീധനമേ വേണ്ട. അതിന്റെ ഇഞ്ചക്കാരുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കത്തുള്ളൂ. ഇഞ്ചക്കാരനോ? അതെ, ഇഞ്ചക്കാരില്ലേ? മത്തായിയുടെ മക്കളാ ഞങ്ങള്. അതെയോ? ചേർത്തി അറിയോ? പിന്നെ അറിയില്ലേ, എന്റെ മോൻ തോമാച്ചനും നിങ്ങളുടെ അപ്പം മത്തായി വലിയ കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും ഒരു സ്ഥലത്താ ജോലി ചെയ്തിരുന്നത്. ദൈവം വലിയവൻ തന്നെയാടി, അല്ലെങ്കിൽ ഇവൻ എവിടെയൊക്കെ പെണ്ണ് കാണാൻ പോയതാ. അവസാനം വാഴക്കുളത്ത് പോവാനും വീട് മാറി തെക്കുംതല തൊമ്മിച്ചന്റെ വീട്ടിൽ പോവാനും ആ പെണ്ണിനെ കണ്ടതും അവളെ ഇഷ്ടപ്പെട്ടതും ഒക്കെ കർത്താവിന്റെ നിശ്ചയമാടി. അതന്നെ. സത്യം പറഞ്ഞ ബ്രോക്കർക്കുള്ള കമ്മീഷൻ പകുതി എനിക്കാ തരേണ്ടത്. അതെന്തിനാ? ഈ ആലോചനയുടെ ഒരു സൂത്രധാരൻ ഞാനല്ലേ. എന്നാ എന്റെ പൊന്നുമോൻ ഒരു കാര്യം ചെയ്യും, ഈ ടെക്സ്റ്റൈൽ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി കല്യാണ ബ്രോക്കർ ആയിട്ടാണ് കൂടിക്കോ. അത് വേണ്ട, രൂപത്തിലും ഭാവത്തിലും ഒരു ബ്രോക്കറുടെ കട്ടുള്ളത് അപ്പച്ചനാ. അപ്പച്ചൻ തുടങ്ങിക്കോ. ധിക്കാരം പറയുന്നു. നിർത്ത്. എന്തോന്നാ ഇത്? രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരുമാതിരി പിള്ളേരെ പോലെ. ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾക്ക് നിന്റെ അത്ര പക്വതയൊന്നുമില്ല, ഞങ്ങൾ പയ്യന്മാരാ. എന്താടാ? അല്ല, അതെ, ഇനിയിപ്പോ പെണ്ണിനെയും തറവാടും ഒന്നും അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ ഉടനെ വിളിച്ചു വലിയ കല്യാണം അങ്ങ് നടത്താം. അതെ, അല്ലാതെ ഈ തിരക്കിനിടയിൽ എന്റെ കല്യാണ കാര്യം കൂടി ആലോചിച്ചോണ്ടിരിക്കാൻ സമയമില്ല. ഇല്ല, അതന്നെ ഏതന്നെ? അത് തന്നെ. എന്റെ ദൈവം, ഈ അത് തന്നെയുള്ള ഏറ്റവും വലിയ കുഴപ്പം.